അല്ല, നബിദിന പരിപാടി കഴിഞ്ഞു വരികയായിരിക്കും അല്ലേ? അതെ, അതിനെന്താ? അല്ല സുഹൃത്തെ, ഇത് നബിതങ്ങൾ ആഘോഷിച്ചോ? 4 ഖലീഫമാർ ആഘോഷിച്ചോ? സഹാബിമാർ ചെയ്തോ? 4 മദ്ഹബിലെ ഇമാമിങ്ങൾ ആരെങ്കിലും ചെയ്തോ? ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തിൽ സന്തോഷിക്കുകയല്ലേ, മദ്ഹ് പറയുകയല്ലേ, അതുപോലെ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നബി പഠിപ്പിച്ചില്ലെങ്കിൽ, ചെയ്തു കാണിച്ചു തന്നില്ലെങ്കിൽ അത് ബിദ്അത്ത് തന്നെയാണ്. അത് എത്ര നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. എല്ലാ ബിദ്അത്തുകളും നരകത്തിലേക്കാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രവർത്തനവും നരകത്തിലേക്കുള്ള വഴിയാണ്. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ ജുമുഅ നിസ്കരിക്കാൻ ഏത് പള്ളിയിലാണ് പോയത്? സംശയമെന്തോ? ഞങ്ങളുടെ സലഫി മസ്ജിദ് തന്നെ. അവിടെ ഖുതുബ ഏത് ഭാഷയിലാണ്? എന്താ സംശയം? മലയാളത്തിൽ തന്നെ. സഹോദര, ഖുതുബ പരിഭാഷപ്പെടുത്താൻ പറ്റുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചോ? 4 ഖലീഫമാർ പഠിപ്പിച്ചോ? സഹാബികളിൽ ആരെങ്കിലും ഒരാളെങ്കിലും പഠിപ്പിച്ചോ? അത് പിന്നെ അതൊക്കെ പോട്ടെ, 4 മദ്ഹബിന്റെ ഇമാമികൾ പഠിപ്പിച്ചോ? അത് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണല്ലോ. അത് നല്ല കാര്യമല്ലേ? നബിദിനത്തെ സംബന്ധിച്ച് നല്ല കാര്യമല്ലേ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നബി പഠിപ്പിക്കണം എന്ന് പറഞ്ഞത് മറന്നോ? എല്ലാ ബിദ്അത്തുകളും നരകത്തിലേക്കാണെന്ന് പറഞ്ഞത് മറന്നുപോയോ സുഹൃത്തെ? അതൊക്കെ പോട്ടെ, ഖുതുബ പരിഭാഷ എന്ന ബിദ്അത്ത് 1300 വർഷം ലോകത്ത് ജീവിച്ച ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ ചെയ്തതായ ഒരു ചരിത്രരേഖ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? ആദ്യമായി ഖുതുബ പരിഭാഷ തുടങ്ങിയത് എന്നാണെന്ന് നിങ്ങൾക്കറിയുമോ? 1918 കൊച്ചിയിലും മട്ടാഞ്ചേരിയിലാണ് ഞങ്ങൾ ആദ്യമായി പരിഭാഷ തുടങ്ങിയത് എന്ന് ഞങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ വായിച്ചതായി ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് കേവലം 100 വർഷം മാത്രം ഇതിന് പഴക്കം. അത് ആഴ്ചതോറും ബിദ്അത്ത് ചെയ്യുന്ന നിങ്ങളാണ് വർഷത്തിൽ നബിദിനം ആഘോഷിക്കുന്ന ഞങ്ങളെ പരിഹസിക്കുന്നത് അല്ലേ? അതൊക്കെ പോട്ടെ, ഇമാം ഇബ്നു ഹജർ അസ്കലാനിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം വലിയ മഹാനല്ലേ? 3 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതനാണ്. ഹദീസുകളുടെ വിഷയത്തിലൊക്കെ വലിയ പാണ്ഡിത്യമുള്ള ആളാണ് അദ്ദേഹം എന്ന് എനിക്കറിയാം. ഞങ്ങൾ വഹാബികൾ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ നിങ്ങൾ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ ഇബ്നു ഹജർ റഹിമഹുല്ല സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ഇസ്ലാമിലെ 4ാം പ്രമാണമായി ഖിയാസ് ചെയ്തുകൊണ്ടാണ് നബിദിനാഘോഷം പുണ്യമാണെന്ന് മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുമോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് സന്തോഷിക്കാൻ ഖുർആനിൽ നിർദ്ദേശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തിന് ശേഷം അറവ് നടത്തിയത് ജനിച്ചതിൽ ഉള്ള നന്ദി പ്രകടനമായിട്ടാണ് എന്ന് ഇമാം സുയൂത്തി ഹദീസ് വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടുമുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ സ്വാലിഹീങ്ങളും ഇമാമുകളും ഇത് പുണ്യമാണെന്ന് മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വലിയ നേതാവായ ഇബ്നു തൈമിയയും മൗലീദാഘോഷം കൊണ്ട് ഒരുപാട് പ്രതിഫലം ഉണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനധികം നിങ്ങളുടെ ആദ്യകാല നേതാക്കന്മാരും ഇത് ആഘോഷപൂർവ്വം കൊണ്ടാടിയിട്ടുണ്ട്. ഈ നിലക്ക് സ്ഥിരപ്പെട്ട മൗലിദാഘോഷത്തെ പുത്തൻവാദമാക്കാൻ ഇറങ്ങിത്തിരിച്ച നിങ്ങൾ ആദ്യം ആഴ്ചതോറും നടത്തിവരുന്ന പുത്തൻവാദം ഒഴിവാക്കിയിട്ട് പോരെ ഞങ്ങളെ ഉപദേശിക്കൽ? എനിക്ക് സമയം ഒരുപാട് വൈകി. എന്നാ പിന്നെ കാണാം. ഖുതുബ പരിഭാഷപ്പെടുത്തിയത് തന്നെ ബിദ്അത്ത്. ഖുതുബയിൽ എല്ലാ ആഴ്ചയും നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് അത് മറ്റൊരു ബിദ്അത്ത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബയിൽ സ്വലാത്ത് നിർബന്ധമായി ചൊല്ലാൻ കൽപ്പിക്കുന്ന ഒരൊറ്റ ഹദീസ് പോലും കാണുന്നില്ല. അതിനു പുറമെ അറബിയല്ലാത്ത ഭാഷയിൽ ഷർത്തൊക്കാത്ത ഖുതുബ നടത്തിയാൽ അത് ബാത്തിലാണ്. ചുരുക്കത്തിൽ നിങ്ങൾ നടത്തുന്ന ഖുതുബ തന്നെ ബിദ്അത്ത്. അത് നടത്തിത്തീരുമ്പോഴേക്കും അത് ബാത്തിൽ കൂടി ആയി മാറുന്നു. വഴിയെ പോയ അദ്ദേഹത്തിന് ഞാൻ വെറുതെ വടി കൊടുത്ത് അടി